യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. വളരെ പ്രസിദ്ധമായ ഒരു വാക്യം. ആ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് എവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. എപ്പിലെപ്സി, ചന്ദ്രരോഗം അല്ലെങ്കിൽ ചുഴലി ബാധിച്ചതായ ഒരു മകനുമായ ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവൻ കടന്നു വരുമ്പോൾ യേശുവും തൻ്റെ 3 ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയവർ മലയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ബാക്കിയുള്ള ശിഷ്യന്മാർ താഴ്വരയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് സ്പർശനമേറ്റു വാങ്ങുവാൻ, സൗഖ്യം പ്രാപിക്കാൻ വളരെ ദൂരത്തു നിന്നും കടന്നു വന്ന അനേക രോഗികളായ, വളരെ ആവശ്യങ്ങളുള്ളതായ ആളുകൾ ആ താഴ്വരയിൽ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് ഒരു പിതാവ് വളരെ വേദനയോടുകൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവിടെ വന്നപ്പോൾ യേശുവില്ല. പക്ഷേ തൻ്റെ ശിഷ്യന്മാരോട് ഈ പിതാവ് ഈ വിവരം പറഞ്ഞു. തൻ്റെ മകൻ എപ്പിലെപ്സി, ചന്ദ്രരോഗം അഥവാ ചുഴലി ബാധിച്ചതായ ഒരു മകനാണ്. പക്ഷേ ഒരു കാര്യം യേശുവിൻ്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അവന് വെളിപ്പെട്ടു, ഇത് ഒരു രോഗ ആത്മാവാണ് എന്ന് മാത്രമല്ല, ഈ മകനെ പലപ്പോഴും വെള്ളത്തിലും തീയിലും ഇട്ടുകളയുന്നതായ ഒരു രീതിയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ മകനെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് അയച്ചതായ ഒരു ആത്മാവായിരുന്നു ഈ മകന്മേൽ ഉണ്ടായിരുന്നത്. എന്നെ സന്തോഷിപ്പിച്ച കാര്യം, ഈ പിതാവിന് ഒരു ഉത്തമ ബോധ്യമുണ്ടായി, എൻ്റെ മകനെ വിടുവിപ്പാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ഈ പിതാവിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ പ്രേരിപ്പിച്ചു. പക്ഷേ ശിഷ്യന്മാരോട് ഈ വിവരം പറഞ്ഞപ്പോൾ അവർ യേശു ചെയ്തതുപോലൊക്കെ ചെയ്തു കാണുമെന്ന് ഞാൻ ചിന്തിക്കുക. പക്ഷേ അവർ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും, എത്രത്തോളം യേശു പറഞ്ഞ വചനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടും ഈ മകന് സൗഖ്യം ലഭിച്ചില്ല. അങ്ങനെ സൗഖ്യം ലഭിക്കാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കർത്താവ് യേശുക്രിസ്തു താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ പിതാവ് ഓടിച്ചെന്ന് യേശുവിനോട് ഈ വിവരം പറഞ്ഞു. എന്നിട്ട് അതിനോട് ചേർന്ന് ഈ പിതാവ് പറയുകയാണ്, നിന്റെ ശിഷ്യന്മാരോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശുക്രിസ്തു അതിന് പ്രതികരണമായി പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അവിശ്വാസവും കോട്ടവും ഉള്ളതായ തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. എന്നിട്ട് യേശുക്രിസ്തു ചെയ്ത കാര്യം, യേശു ആ മകൻ്റെ മേൽ വ്യാപരിച്ചതായ ആ അന്ധകാര ശക്തിയെ, ആ രോഗാത്മാവിനെ അവനിൽ നിന്നും അഴിച്ചു കളഞ്ഞു. അവൻ സ്വതന്ത്രനായി. അവൻ എങ്ങനെയാണോ അവൻ ജനിച്ചത് അതുപോലെ അവനായി തീർന്നു. അവൻ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യമുള്ളവനായി മാറുവാനിടയായി തീർന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഭാരവും പ്രയാസവും ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ യേശു രൂപാന്തരപ്പെടുത്തുക. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മകന് മാത്രമല്ല ഒരു രൂപാന്തരം ഉണ്ടായത്, മറിച്ച് ആ പിതാവിനും വലിയൊരു രൂപാന്തരം ഉണ്ടാവുകയാണ്. നമുക്കറിയാം, മാതാപിതാക്കൾക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാകും. തങ്ങളുടെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ വല്ലാത്തൊരു വ്യാധിയിൽ പിടിപെട്ട് ആയിരിക്കുമ്പോൾ ഈ പിതാവിന് ജോലി ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. കാരണം പലപ്പോഴും തീക്കകത്ത് വീണ് ശരീരം മുഴുവൻ പൊള്ളലേക്കുന്നതായ പതിവ് ഈ മകനുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടുന്നതായ അനുഭവങ്ങൾ, വെള്ളം കുടിക്കുന്ന അനുഭവങ്ങൾ ഈ മകനുണ്ട്. അതുകൊണ്ട് എപ്പോഴും തൻ്റെ 2 കണ്ണുകളും വളരെ ശ്രദ്ധയോടുകൂടെ ഈ മകനിൽ അർപ്പിച്ചു കൊടുക്കേണ്ടതായ ഒരു അവസ്ഥയിലായിരുന്നു ഈ പിതാവ് ആയിരുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ഈ മകൻ മൂലം അല്ലെങ്കിൽ ഈ മകനിൽ വ്യാപരിക്കുന്നതായ ഈ അന്ധകാര ശക്തി മൂലം ആ ഭവനത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അതിനെല്ലാം പുനഃസ്ഥാപിപ്പാൻ കഴിവുള്ള ഒരു യേശുവിൻ്റെ അടുക്കിലേക്കാണ് ഈ പിതാവ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പിതാവ് വന്നിരിക്കുന്നത് വളരെ ശരിയായ സ്ഥാനത്താണ്. അതേ ശരിയായ സമയത്ത് അവൻ കടന്നു വരുവാനിടയായി തീർന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങളുടെ രക്ഷാദിവസമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ സുപ്രസാദകാലമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങൾക്ക് വേണ്ടി യേശു പ്രവർത്തിക്കാൻ പോകുന്നതായ ദിവസമാണ്. അതേ, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നെങ്കിൽ യേശു നിങ്ങളെ വിടുവിപ്പാനിടയായി തീരും. ഈ മകനെ കർത്താവ് സൗഖ്യമാക്കിയതിനു ശേഷം ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. ഈ ശിഷ്യന്മാർ വന്ന് യേശുവോട് ചോദിക്കുകയാണ്, യേശുവെ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദുരാത്മാവിനെ ഈ മകൻ്റെ ശരീരത്തിൽ നിന്നും ഒടിച്ചു കളയുവാൻ കഴിയാഞ്ഞത്? അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും എന്ന് യേശു പറയുക. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പദമുണ്ട്, കടുകുമണിയോളം വിശ്വാസം. ചില ആളുകൾ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് കടുകുമണി ഏറ്റവും ചെറുതാണ്, അതേസമയം അതിൽ പൊള്ളയില്ല എന്നുള്ളതാണ്. എന്നാൽ ഞാനതിനോട് യോജിക്കുന്നില്ല. കടുകുമണിയിലും പൊള്ളയായ ധാന്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, സ്ഥിരതയെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. എന്താണ് സ്ഥിരത എന്ന് പറയുന്നത്? വിശ്വാസത്തിലുള്ള സ്ഥിരത. അതാണ് കടുകുമണിയോളമുള്ള
വിശ്വാസം എന്ന് യേശു ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം. കടുകുമണി ചെറുതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു വിശ്വാസമുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ യേശുവിൽ അർപ്പിച്ചാൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കും എന്നുള്ളതാണ് യേശു പറയുന്നതിൻ്റെ സാരം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് അല്പവിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ഇവരുടെ അല്പവിശ്വാസത്തെ ശാസിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അല്പം വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മറിച്ച് സ്ഥിരതയുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഈ സ്ഥിരതയുള്ള വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകത്തില്ല. അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിപ്പാനിടയായിത്തീരും. പിറവിയിലെ കുരുടനായിരുന്ന ഒരുവനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ, ഇവൻ കുരുടനായി പിറക്കത്തക്കണം ആര് പാപം ചെയ്തു? അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇവന് അവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്കിൽ വെളിപ്പെടുവാൻ അത്രയും. അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ മകനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ യേശു ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. ആയതിന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അതെ, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ പ്രവൃത്തി അവന് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ നമ്മൾ ഈ വാക്യത്തിൻ്റെ വിശദമായ ചിന്തകളിലേക്ക് കടക്കുന്നതാണ്. ആയതിനാൽ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു, ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് കടുകുമണിയോളമുള്ള വിശ്വാസം, സ്ഥിരതയുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസം പതറിപ്പോകുന്നതായ അവസരങ്ങളും സ്ഥാനങ്ങളുമുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ സ്ഥിരതയോടുകൂടെ വിശ്വസിപ്പാനും ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.